യുവതീ പ്രവേശനത്തെ എതിർത്ത് സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകാൻ തീരുമാനിച്ച ദേവസ്വം ബോർഡ് നിലവിലുള്ള ഭരണഘടനാ ബെഞ്ച് ഉത്തരവിനെ എതിർക്കും. ആചാരം സംരക്ഷിക്കണം എന്ന നിലപാടാണ് ബോർഡ് മുമ്പ് തന്നെ സ്വീകരിച്ചിട്ടുള്ളത്. സർക്കാരിന്റെ നിലപാട് സർക്കാരിനോട് ചോദിക്കണമെന്ന് കെ ജയകുമാർ പറയുന്നു. ശബരിമലയിലെ യുവതീ പ്രവേശനത്തിനെ സംബന്ധിച്ചിടത്തോളം ബോർഡ് ചർച്ച ചെയ്തു. ബോർഡിന് അതിനകത്ത് ആശയക്കുഴപ്പമൊന്നും തന്നെ ഇല്ല. നമ്മുടെ ബോർഡ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് രൂപീകരിച്ചിരിക്കുന്നതും ആ നിയമം അനുസരിച്ചും ക്ഷേത്രങ്ങളെയും ക്ഷേത്രാചാരങ്ങളെയും പരിരക്ഷിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് സുപ്രീം കോടതിയിൽ നിലവിലുള്ള ആ ഉത്തരവിന് കണ്ടസ്റ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ തീരുമാനം. ശബരിമല ഭരണത്തിൽ സമഗ്ര പരിഷ്കാരത്തിനും ബോർഡ് ഒരുങ്ങുകയാണ്. പ്രത്യേക ബജറ്റ് അവതരിപ്പിക്കും. സ്പോൺസർഷിപ്പിന് ഇടനിലക്കാരെ ഒഴിവാക്കും തുടങ്ങിയ വിവരങ്ങളാണ് വരുന്നത്. ബിനി ലീല സാബു കൂടുതൽ വിശദമായി പറയും കാര്യങ്ങൾ. ബിനിലെ, ഏതാണെങ്കിലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കാര്യങ്ങൾ ഈ ഗതിയിൽ തന്നെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ളതിനെ ഉറച്ച നിലപാടായി പറയുമ്പോൾ അത് സർക്കാരിന്റെ നിലപാടും ആ നിലയ്ക്ക് തന്നെ വരുമെന്ന് അനുമാനിക്കേണ്ട ഘട്ടമല്ലേ? അദ്ദേഹം പറയുന്ന വാക്കുകളിലൂടെ പോകുമ്പോൾ ഏത് തരത്തിലാണ് ഈ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, മാത്രമല്ല ശബരിമലയുമായി ബന്ധപ്പെട്ട ഒട്ടനവധി മാറ്റങ്ങൾ കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അതുകൂടി ബിനിൽ. സംഗീത, 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നമുക്കറിയാം. അന്ന് വലിയ തിരിച്ചടിയാണ് ഇടതുപക്ഷം നേരിട്ടത്. ഒരു സീറ്റ് മാത്രമാണ് അന്ന് ലഭിച്ചത്. അതിന് കാരണമായി ചൂണ്ടിക്കാട്ടിയ പ്രധാനപ്പെട്ടത് ഈ ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട നിലപാടാണ്. അന്ന് സർക്കാർ നിലപാട് കോടതി വിധി എന്താണോ അത് നടപ്പിലാക്കുക എന്ന നയമാണ് സർക്കാർ സ്വീകരിച്ചത്. അത് വലിയ തിരിച്ചടിയായി വരികയും ചെയ്തു. അന്ന് നാമജപ ഘോഷയാത്രയടക്കം സർക്കാരിന് എതിരെ രംഗത്ത് വന്നു, വലിയ ചർച്ചയാവുകയും ചെയ്തു. അതിലെന്തായാലും അടിമുടി ഒരു മാറ്റമാണ് ഇപ്പോൾ തീരുമാനിച്ചു. ദേവസ്വം ബോർഡ് നിർണായകമായ യോഗമാണ് ഇന്ന് ചേർന്നത്. ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നിലപാട് വേണം എന്ന് നേരത്തെ തന്നെ കെ ജയകുമാർ വന്നപ്പോൾ തന്നെ അക്കാര്യത്തിൽ ഒരു ചർച്ച വേണം എന്ന് ആവശ്യപ്പെട്ടതാണ്, അല്ലെങ്കിൽ നിലപാട് മുന്നോട്ട് വെച്ചതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നിർണായകമായ ഈ യോഗം ചേരുകയും ഈ വിഷയം ചർച്ച ചെയ്യുകയും ചെയ്തത്. മാർച്ച് 14-നാണ് സത്യവാങ്മൂലം നൽകേണ്ടത്. എന്തായാലും ഇക്കാര്യത്തിൽ കോടതി വിധി അംഗീകരിക്കുന്നില്ല, അല്ലെങ്കിൽ ഈ യുവതീ പ്രവേശനത്തെ ബോർഡ് അംഗീകരിക്കുന്നില്ല എന്നൊരു നിലപാട് മാറ്റമാണ്. അങ്ങനെ മാറ്റം എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് നേരത്തെ ഉണ്ടായിരുന്ന ഒരു കാര്യം, എന്താണോ കോടതി പറഞ്ഞിട്ടുള്ളത്, വിധി എന്താണോ അത് നടപ്പിലാക്കുക എന്നുള്ളതാണ് സർക്കാർ സ്വീകരിച്ച നിലപാട്. അതിന് പിന്നാലെ തന്നെ മറ്റൊരു നിലപാട് കൂടി വന്നത്, ഇതിൽ പ്രത്യേകിച്ച് ഇത് ആചാരപരമായ ഒരു വിഷയമാണ്. അതുകൊണ്ട് ഹിന്ദു വിഭാഗത്തിലെ ഹിന്ദു മതത്തിൽപ്പെട്ട പണ്ഡിതന്മാരുടെ കൂട്ടായ്മ ഉണ്ടാക്കി അതിൽ ചർച്ച ചെയ്ത തീരുമാനം എടുക്കണം എന്നുള്ളതായിരുന്നു സർക്കാർ നിലപാട്. എന്തായാലും സമാനമായി തന്നെ ദേവസ്വം ബോർഡ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അവിടെ യുവതീ പ്രവേശനം ആവശ്യമില്ല. 50 വയസ്സ് വരെയുള്ള സ്ത്രീകളെ പ്രവേശിപ്പിക്കരുത്, അവർക്ക് പ്രവേശനമില്ല എന്നുള്ളതാണ് അവിടുത്തെ ആചാര സംരക്ഷണം എന്നാണ് പറയപ്പെടുന്നത്. അതുമായി മുന്നോട്ട് പോകാം എന്ന തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നതും. നിർണായകമായ ഒരു തീരുമാനമാണ് ഉണ്ടായിരിക്കുന്നത്. സർക്കാരിന്റെ ഒരു നിലപാട് സമാനമായതിലേക്ക് വരും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടായി. ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. ഇപ്പോൾ 10 വർഷമായി കേരളത്തിൽ LDF ആണ് ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിശ്വാസികളെ അനുകൂലിച്ച് മുന്നോട്ട് പോവുക എന്നൊരു നയം തന്നെയാണ് സർക്കാർ സ്വീകരിക്കുക. ഇപ്പോൾ ദേവസ്വം ബോർഡ് സ്വീകരിച്ച സമാനമായ നിലപാട് തന്നെയായിരിക്കും സ്വീകരിക്കുക. നേരത്തെ വലിയ തിരിച്ചടി 2019 നേരിട്ടപ്പോൾ CPM തന്നെ നേതാക്കൾ തന്നെ നേരിട്ട് രംഗത്തേക്ക് ഇറങ്ങിയ ആളുകളോട് വിശ്വാസപരമായി ഞങ്ങളുടെ നിലപാട് ഇതാണ് എന്ന് വിശദീകരിച്ചതാണ്. അതുകൊണ്ട് ആ നിലപാട് തുടരാൻ തന്നെയായിരിക്കും സർക്കാരിന്റെ തീരുമാനം. മറ്റൊന്ന്, ശബരിമലയുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം, സ്വർണ്ണക്കൊള്ളയടക്കമുള്ള വിവാദങ്ങൾ നിൽക്കുകയാണ്. അങ്ങനെ വലിയ പ്രതിസന്ധിയിലാണ് ഉള്ളത്. ആ ഘട്ടത്തിൽ ശബരിമലയിൽ സമഗ്രമായ ഒരു മാറ്റം വേണം എന്നുള്ളതാണ് ദേവസ്വം ബോർഡിന്റെ നിലപാട്. അതുകൊണ്ടാണ് പ്രത്യേക ബജറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. സംഗീത. ശരി ബിനിൽ, എന്നാണെങ്കിൽ